വ്യക്തിയിൽ നിന്നും പൂർണ്ണമായും അർപ്പിക്കുന്ന നമ്മുടെ ഒരു കടുത്ത സ്നേഹം ആദ്യം തന്നെ സ്വയം തിരിച്ചറിയണം. നമ്മൾക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എപ്പോഴും ഒരു വ്യക്തിയുടെ പിന്നാലെയാണോ ഞാൻ നീങ്ങുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് നാളെ നിങ്ങൾക്കൊരു അപകടകരമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രണയം ഏറ്റുവാങ്ങുന്ന വ്യക്തിയും ഇതുപോലെ തന്നെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇയാൾക്ക് നമ്മുടെ ഈ ഒരു സ്നേഹം ഏറ്റുവാങ്ങുന്നതിലൂടെ അവരതൊരു ടോർച്ചറിലേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2, സ്നേഹം ഒരു വ്യക്തിയിലുള്ള അധികാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും റിലേഷൻഷിപ്പിൽ കപ്പിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധങ്ങളിലായിക്കോട്ടെ, സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കാനായിട്ടുള്ളൊരു അധികാരമോ നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ ആ വ്യക്തിയായി കണ്ടുകൊണ്ടും ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അലൗ ചെയ്തുകൊണ്ടിട്ടും നമ്മൾ ആ വ്യക്തിക്ക് ഒരു ഫ്രീഡവും സ്പേസും കൊടുത്ത് സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നന്നാവുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 2 വ്യക്തികളുടെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ പ്രണയം അല്ലെങ്കിൽ അത് സ്നേഹം ഇങ്ങനെയാണ് സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതും റിലേഷൻഷിപ്പിൽ വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നിങ്ങളൊരു ലോങ് ടേം മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നും ഇതിൽ പലപ്പോഴും കണ്ടുവരാറ്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു വ്യക്തി കുറച്ച് നാൾ കഴിഞ്ഞ് ബേസ്റ്റ് ഔട്ട് ആവുകയും പിന്നീട് ആ റിലേഷൻഷിപ്പിൽ സസ്റ്റെയിൻ ചെയ്യാതെ പിൻവാങ്ങുകയുമാണ് ചെയ്യാറ്. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മാനസികമായി തളരുകയും ഡിപ്രഷനിലേക്ക് പോവുകയും അല്ലെങ്കിൽ പല അഡിക്ഷൻസിലേക്ക് പോവുകയും ഈവൻ സൂയിസൈഡ് വരെയും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ മനോവികാരങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് സ്വയം എത്തിച്ചേരുക എന്നുള്ളതാണ്. 3-മതായി, ഇങ്ങനെ അമിതമായി സ്നേഹിക്കുന്ന ചിലർ തിരിച്ചറിയുന്നത് തൻ്റെ ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു ഇത്രയും സ്നേഹം ഉണ്ടായിട്ടുള്ളതും തനിക്ക് താൻ കൊടുത്ത ഒരു സ്നേഹമല്ല തിരിച്ചു കിട്ടിയതും എന്നൊക്കെയാണ്. എന്നിട്ട് അവർ സ്വയം ഒരു സെൽഫ് ബ്ലെയിമിലേക്ക് പോവുകയും ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന